ദുരന്തം പാഠമാകുന്നില്ല. വയനാട്ടിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചേമ്പ്ര മലയോരത്ത് പ്രകൃതിയെ വെല്ലുവിളിച്ച് 40 ഹെക്ടറിലധികം സ്ഥലത്തെ 10,000-കണക്കിന് തേയിലച്ചെടികൾ എസ്റ്റേറ്റ് ഉടമ പിഴുതു നശിപ്പിച്ചു. നേരത്തെ വലിയ ഉരുൾപൊട്ടലിൽ 40ഓളം ജീവനുകൾ നഷ്ടമായ മേഖലയിലാണ് വീണ്ടും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഈ നടപടി. വയനാട് ജില്ലയുടെ കൊടുമുടി എന്നറിയപ്പെടുന്ന ചേമ്പ്ര മലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് ജില്ലയുടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ചെമ്പ്ര എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. ഇവിടെ നിന്നാൽ വയനാട് നഗരത്തിൻ്റെ അല്ലെങ്കിൽ വയനാട് ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പറ്റ നഗരം, സുൽത്താൻ ബത്തേരി നഗരമടക്കം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിസാഹസികമായി മാത്രമാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയുക. അതിശക്തമായ കാറ്റാണ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് എത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ കാണിച്ചു തരുന്നു. നേരത്തെ വ്യാപകമായി തേയില കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ആ പ്രദേശത്താണ് ഇപ്പോൾ ആ തേയില പൂർണ്ണമായും ഇവിടെ നിന്നും പറിച്ചു മാറ്റുന്ന ഒരു നടപടിയിലേക്ക് വന്നിരിക്കുന്നു. എസ്റ്റേറ്റ് ഉടമകളുടെ ഒരു വിശദീകരണം പറയുന്നത് ഇനി ഇവിടെ കാപ്പി നടുക എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് വലിയ രീതിയിലേക്ക് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പരിസ്ഥിതി പ്രവർത്തകനായ മുരളീധരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയൊരു നമുക്ക് പല ദുരന്തങ്ങളും വരുന്നു. ഇത്തരത്തിലുള്ള നിസ്സാര കാരണങ്ങളാണ് വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, അല്ലേ? തീർച്ചയായും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഈ ചെമ്പ്രയെ സംബന്ധിച്ചിടത്തോളം 1961 വലിയ ഒരു ദുരന്തമുണ്ടാവുകയും ഇവിടെ ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് 40ലധികം തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് ചെമ്പ്ര. ആ ചെമ്പ്ര പീക്കിലാണ് വീണ്ടും ഈ തേയിലയെല്ലാം പിഴുതു മാറ്റിക്കൊണ്ടുപോയി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അനുമതിയുമില്ലാതെ ഈ തേയില പറിച്ചു മാറ്റി ഇവിടെ കോഫി പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 24-ാം തീയതി വയനാട് ജില്ലാ കളക്ടർക്കും 25-ാം തീയതി സോണൽ ലാൻഡ് ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് സെക്രട്ടറിക്കും പരാതി അയച്ചിട്ടും നാളെ വയനാട് ജില്ലയെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചാൽ താങ്ങാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി കൊടുത്തത്. ഇവിടെ ഒരു ദുരന്തം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഓടത്തോട് അതുപോലെ തന്നെ കുന്നംപറ്റ മറ്റു പ്രദേശങ്ങൾ മുഴുവൻ പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇനിയും ഒരു ദുരന്തം വയനാട് ജില്ലയിൽ ഉണ്ടാകാൻ നമുക്ക് സാധ്യമല്ല. ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടും ഈ മൂക്കിന് താഴെ നടക്കുന്ന സംവിധാനത്തിൽ വില്ലേജ് ഓഫീസർക്ക് യാതൊരുവിധ നിലപാടെടുക്കാനും നടപടിയെടുക്കാനും സാധിക്കാത്തത് ഖേദകരമാണ്. കളക്ടർ ഇതിനകത്ത് മൗനം പാലിക്കുന്നത് നമുക്ക് പ്രതിഷേധാർഹമാണ്. നമുക്കറിയാം പരിസ്ഥിതി ലോല മേഖലയാണ്, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ മണ്ണുകൾ ഇളക്കി സോയിൽ പൈപ്പിംഗ് അടക്കമുള്ള പ്രതിഭാസം ഇവിടെ നിൽക്കുന്നു എന്ന് നേരത്തെ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയ ഇടം കൂടിയാണ്, അല്ലെ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. എങ്ങനെയാണ് അന്നേരം ഒരു വലിയ അപകട ഭീതിയിലേക്ക് തന്നെയല്ലേ ഈ ചെമ്പ്ര പീക്ക് നേരത്തെ മുതൽ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായി കണക്കിലെടുക്കുകയും അതുപോലെ തന്നെ വിദഗ്ധ സമിതി ഇവിടെ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമുള്ള പ്രദേശമാണ് ഈ ചെമ്പ്ര പീക്ക് എന്നും അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെമ്പ്രയുടെ അടിഭാഗത്തു നിന്നും ആളുകളെ മാറ്റി താമസിച്ചതാണ്. ഈ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമുള്ള ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇനം മാറ്റം നടത്തുമ്പോൾ തേയില ഇനം മാറ്റി പോകുന്ന ഭൂമി നിയമപരമായിട്ട് മിച്ചഭൂമിയായി ഏറ്റെടുക്കാനാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് മിച്ചഭൂമി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഇല്ലാത്തത് പ്രതിഷേധമാണ്. തീർച്ചയായും ഇങ്ങനെയാണ്. ഈ കൃത്യമായ മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ കൃത്യമായ ഒരു ആശങ്കയാണ് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെയും ഇവിടെ മുന്നോട്ട് വെക്കേണ്ടത്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നൽകേണ്ട അല്ലെങ്കിൽ അതിന് സംരക്ഷണം നൽകേണ്ട ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ മൗനം പാലിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, വയനാട്.